നമസ്കാരം, ഞാൻ ശ്രുതി. ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ഡയറ്റീഷ്യനാണ്. അപ്പോൾ മാർച്ച് 4 എന്ന് പറയുന്നത് വേൾഡ് ഒബീസിറ്റി ഡേ ആണ്. അപ്പോൾ ഇപ്പോൾ പല റീസെന്റ് സ്റ്റഡീസും പറയുന്നത് പ്രകാരം ഓൾമോസ്റ്റ് 2035 ആകുമ്പോഴത്തേക്കും വേൾഡ് പോപ്പുലേഷന്റെ 25% പേരും ഒബീസ് ആവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു ഡേ വയ്ക്കുന്നതിന്റെ പ്രാധാന്യം ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഒബീസിറ്റി എന്ന് പറയുന്നത് ഒരു മൾട്ടി ഫാക്ടോറിയൽ ആയിട്ടുള്ള കണ്ടീഷനാണ്. അതായത് മെയിൻ ആയിട്ടും ജീവിതശൈലി രോഗം എന്ന് തന്നെ ഇതിനെ പറയാം. ഇത് കറക്റ്റ് ചെയ്യാനായിട്ട് ജീവിതശൈലിയിൽ കറക്ഷൻ തന്നെയാണ് വേണ്ടത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള എൻവയോൺമെന്റ്, അൾട്രാ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്സിന്റെ ഈസി അവൈലബിലിറ്റി, അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെസ്, ഹോർമോണൽ ആയിട്ടുള്ള കണ്ടീഷൻസ്, ഇതൊക്കെ ഒബീസിറ്റി കൂടാനായിട്ട് സാധ്യത കൂട്ടുന്നുണ്ട്. ഇനി ഒബീസിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മളൊരു ഏഷ്യൻ പോപ്പുലേഷൻ ആയതുകൊണ്ട് തന്നെ 25 മുകളിൽ BMI വരുന്നവരെ ഒബീസ് ആയിട്ടും 23 മുകളിൽ BMI വരുന്നവരെ ഓവർവെയിറ്റ് ആയിട്ടുമാണ് പറയാറ്. എന്നാൽ BMI മാത്രം ആശ്രയിക്കാതെ വേസ്റ്റ് സർക്കംഫറൻസ്, വേസ്റ്റ് ഹിപ്പ് സർക്കംഫറൻസ്, ബോഡി ഫാറ്റ് മാസ് അനലൈസിംഗ് എന്ന ടെക്നിക്സുകൾ കൂടി യൂസ് ചെയ്യുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും. ഒബീസിറ്റി അല്ലെങ്കിൽ ഓവർ വെയിറ്റ് നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും? എപ്പോഴും ശരിയായ ഒരു ഭക്ഷണ രീതിയും ഫിസിക്കൽ ആക്ടിവിറ്റിയും ഇൻക്ലൂഡ് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. അറ്റ്ലീസ്റ്റ് വീക്ക്ലി 4 to 5 days എങ്കിലും 20 to 30 minutes എങ്കിലും നിങ്ങൾ എക്സസൈസ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുക. ഇനി ഭക്ഷണത്തിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള മീലാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഒരു പ്ലേറ്റ് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ 1/4 പോർഷൻ നിങ്ങൾ കാർബോഹൈഡ്രേറ്റും, ബാക്കി റിമൈനിങ് 1/4 പോർഷൻ പ്രോട്ടീൻ സോഴ്സസും, ബാക്കി റിമൈനിങ് ആയിട്ടുള്ള പോർഷൻസ് കംപ്ലീറ്റ്ലി ഫൈബർ റിച്ച് ആയിട്ടുള്ള വെജിറ്റബിൾസും ഇൻക്ലൂഡ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള മീൽ പ്രൊവൈഡ് ചെയ്യുന്നു. ചെറിയ രീതിയിലുള്ള ഒരു കാലറി ഡെഫിസിറ്റ് ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുന്നത് നല്ലതാണ്. എന്നാൽ എക്സ്ട്രീം ആയിട്ടുള്ള ഫാറ്റ് ഡയറ്റോ ക്രാഷ് ഡയറ്റ്സോ ഫോളോ ചെയ്യുന്നത് നിങ്ങൾക്ക് വീണ്ടും വെയിറ്റ് ഗെയിൻ ഉണ്ടാക്കാനായിട്ട് ചാൻസസ് കൂടുതലാണ്. ഇതുപോലെ തന്നെ ഹൈഡ്രേഷനും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ ഗട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് സാധാരണ വെയിറ്റ് കൂടിയവർക്ക് കോമൺ ആയിട്ട് കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളവർ പ്രോബയോട്ടിക്സ് ആയിട്ടുള്ള തൈര്, യോഗേർട്ട് എന്നിവ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുക. ഇനി ഭക്ഷണം, ഫിസിക്കൽ ആക്ടിവിറ്റി എന്നിവയേക്കാൾ കൂടുതൽ സ്ട്രെസ്സും അതുപോലെ തന്നെ ഉറക്കക്കുറവും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ദിവസവും 7 മുതൽ 7.5 മണിക്കൂർ വരെ ഉറങ്ങാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള എൻവയോൺമെന്റ്സിലൊക്കെ ജീവിക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ മെഡിറ്റേഷൻ, ബ്രീത്തിങ് എക്സസൈസ് തുടങ്ങിയ മൈൻഡ്ഫുൾ ആയിട്ടുള്ള ഹാബിറ്റ്സ് കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നത് നിങ്ങളുടെ വെയിറ്റ് ലോസ് ജേർണി കുറച്ചുകൂടി എളുപ്പമാക്കാനായിട്ട് നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും വേണ്ടത് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് ആണ്, അല്ലാതെ ഓവർ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഡയറ്റ് അല്ല വേണ്ടത്. ഡയറ്റ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് സംശയമുണ്ട് എന്നുണ്ടെങ്കിലും ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ക്ലിനിക്കൽ ന്യൂട്രീഷൻ ഡിപ്പാർട്ട്മെന്റിനെ സമീപിക്കാവുന്നതാണ്. താങ്ക് യു.